രതീഷ് ചോദിക്കുന്നു, നോറ ജാസ്മിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ആ ഒരു ഒറ്റ ലൈൻ ചോദ്യത്തിന് നോറ കുറെ പോയിന്റുകൾ വലിച്ചു നീട്ടി പറയുന്നുണ്ട്. ഗബ്രി ആദ്യം ബ്രദർ ആണെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്, അത് കഴിഞ്ഞ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു, പിന്നെ ഫ്രണ്ടിനും മുകളിലാണ് എന്ന് പറഞ്ഞു. അപ്പോഴും ഫ്രണ്ട്സ് ഇങ്ങനെയാണോ എന്നാണ് ഞാൻ ആലോചിച്ചത്. ഫ്രണ്ട്സ് ഇങ്ങനെയല്ല, എനിക്ക് ഉറപ്പാണ്. ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ തീർന്നു. അത് അവരുടെ ഇഷ്ടമാണ്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നുള്ളത്, അതിൽ ആരും ഇടപെടാൻ ചെല്ലത്തില്ല. പക്ഷെ ഇവരിതിലൊരു ഇപ്പോഴും ക്ലാരിറ്റി വരുത്താത്തത് തന്നെയാണ് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നു. പിന്നെ ജാസ്മിനെ കുറിച്ച് നോറ പറയുന്ന മറ്റൊരു മെയിൻ പോയിന്റ്, 50 ഡേയ്സ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഒരു കലാപരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി. അന്ന് എനിക്ക് ഇൻവോൾവ്മെന്റ് ഇല്ലാതിരുന്നത് അൻസിത്ത എന്നോട് കിച്ചൺ ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ്. അന്ന് ആ ഡ്യൂട്ടി ചെയ്തത് കൊണ്ട് എന്റെ അവസരം പോയി. ആ ഒരു സെലിബ്രേഷൻസിൽ സ്ക്രിപ്റ്റില് ഞാനില്ല എവിടെയും. അന്നും ജാസ്മിൻ റെസ്റ്റ് എടുക്കുവാണ് ഡ്യൂട്ടിയിൽ നിന്നും എസ്കേപ്പ് അടിച്ചിട്ട്. അവള് ഡ്യൂട്ടിയിൽ നിന്നും എസ്കേപ്പ് അടിച്ചിട്ട് ടാസ്ക് വരുമ്പോൾ ഓടിച്ചാടി നടക്കുന്നു. അതെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാല് അവള് ന്യായീകരിക്കും. അപ്പൊ രതീഷ് പറയുന്നു, സീസൺ 6 ഗേൾസില് ഏറ്റവും ടോപ്പ് അവളാണ് എന്നൊരു വിചാരം ജാസ്മിനുണ്ട്. നോറയേക്കാൾ കഴിവ് ജാസ്മിനുണ്ട് എന്ന് ജാസ്മിൻ ഒരു വിചാരമുണ്ട്. ഇവിടെയുള്ള ആരെക്കാട്ടിലും മികച്ചതാണ് എന്നൊരു അഹങ്കാരമുണ്ട്. അത് നീ പൊളിച്ചടുക്കുന്നതാണ് നോറയെ നിന്റെ മിടുക്ക് എന്ന് രതീഷ് പറയുന്നു. ജാസ്മിനേക്കാൾ കമാൻഡിങ് പവർ നിനക്കുണ്ട് എന്ന് പറയുന്നു. ജാസ്മിനെതിരെ രതീഷ് കളി തുടങ്ങി മക്കളെ. നോറയെ കൊണ്ട് പഴയ ഫയലുകള് പൊടി തട്ടി എടുപ്പിച്ചത് അത് കാരണം തന്നെയാണ്. നോറ ജാസ്മിൻ വഴക്ക് നമ്മൾ കുറച്ചായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് ദിവസമായി. ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. പൊട്ടുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.